മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളും. ആ ഓരോ ദീപം തെളിയുന്നത് പോലെയും നമ്മുടെ ജീവിതത്തിൽ ഭക്തി തെളിയണം. അമ്മ നമുക്കതിനുള്ള അനുഗ്രഹം തരണം. നിസാരമൊരു വിളക്കല്ല അവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവരാത്രി 2ാമത്തെ ദിവസം കൊല്ലൂർ മൂകാംബിക ദേവിയുടെ തിരുനടയിലെ ശ്രേഷ്ഠമായ ദീപാലങ്കാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം മനസ്സറിഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കുക. എല്ലാ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഇതോടുകൂടി അമ്മ തീർത്ത് തരണം. നമുക്കെല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചെന്ന് വരില്ല, അമ്മ വിളിക്കണം. അപ്പം നമ്മുടെ മഞ്ജരീസ് ഒരുമിച്ച് നിന്നാണ് ഇന്നിപ്പോൾ അമ്മയുടെ ദീപാലങ്കാരം. അതും ശ്രേഷ്ഠമായ നവരാത്രി 2ാം ദിനത്തിലെ ദീപാലങ്കാരമാണ് ഇപ്പോൾ മഞ്ജരീസിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ. അത് വെറുതെ നിസാരം ഒരു വീഡിയോ കാണുന്ന പോലെ കാണരുത്. നെഞ്ച് പൊട്ടി വിളിച്ചാൽ അമ്മ സമീപസ്ഥയാണ് എന്ന് ആലോചിക്കുക. ഇത് കഴിയുമ്പോൾ ശിവേലിയുണ്ട്, ശിവേലിയും കാണാം കേട്ടോ.
മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും മാതാജി, ദിവ്യ മാതാജി റിപ്ലൈ തരൂ കേട്ടോ. ഞാനിവിടെ ഭണ്ണാരത്തിൽ ഇട്ട് കൊടുക്കാം. നിറദീപം പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറി വെളിച്ചം വരണം. നമ്മുടെ കഷ്ടതകളെല്ലാം അമ്മ മാറ്റിത്തരണം. ദേവി മൂകാംബിക നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനായിട്ട് അമ്മയുടെ നിറദീപാലങ്കാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കൊടിമരത്തിനൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. പ്രാർത്ഥിക്കുക. ഇപ്പം വെറും ഒരു വീഡിയോ അല്ല ഇത്. ദയവായി എല്ലാവരും മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇത് കാണാൻ നിൽക്കുന്ന ഭക്തരെ നോക്കൂ നിങ്ങൾ. അപ്പം മനസ്സിലാവും അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നുള്ളത്. കണ്ടോ, മൂകാംബികയിൽ നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അമ്മയുടെ തൊട്ടടുത്ത് തിരുനടയിൽ നിൽക്കുന്നത് പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്രയും ദേവി നമ്മളിൽ കാരുണ്യം ചൊരിഞ്ഞു. ആ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് അമ്മ അലങ്കാരവതിയായിരിക്കുന്നത് മഞ്ജരീസിലൂടെ കൊടുത്ത അലങ്കാരത്തിന് കൊടുത്ത പുഷ്പങ്ങളാലാണ്. നാളെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ കാരുണ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത്രയൊക്കെ എനിക്ക് മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റൂ. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം ആ സമയങ്ങളെല്ലാം തന്നെ നന്നായി വിനിയോഗിക്കുക. പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും സുധീഷ് പ്രഭു, നമ്മുടെ മഞ്ജരീസ് പേജിലൂടെ ഇപ്പോൾ സുധീഷ് പ്രഭു പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും മൂകാംബികയിലുണ്ട്. ഇവിടെ നിൽക്കുന്ന ഭക്തരെ കണ്ടോ? അത്രയും ശ്രേഷ്ഠതയുണ്ട് ഈ ദീപാലങ്കാരത്തിന്. മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. എല്ലാവരും അമ്മയുടെ തിരുനടയിലെത്തട്ടെ. ഈ നിറദീപം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം എത്തിക്കട്ടെ അമ്മ ദേവി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധുകേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. തുടക്കം മുതലുള്ള ദീപാലങ്കാരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണേ. ദീപം തെളിയിക്കുന്നത് അവസാനത്തെ തട്ടിലേക്ക് എത്തി. മഴ പെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ രണ്ടും കൂടി ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ശിവേലി തൊഴാം. ഓക്കെ, ശിവേലി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശിവേലി തുടങ്ങുമ്പോഴേക്കും ഞാൻ ലൈവിൽ വരാം. ഹാപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അമ്മയുടെ നടയുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ മാറ്റിത്തരും. നവരാത്രി 2ാം ദിവസം അമ്മ ബ്രഹ്മചാരിണിയായി കുടികൊള്ളുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കഷ്ടതകളും ദുരിതങ്ങളും അമ്മ മാറ്റിത്തരും. സമാധാനമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും, വിശ്വാസത്തോടെ ഇരിക്കും, ഭക്തിയോടെ ഇരിക്കും. അമ്മയുടെ തിരുനടയിൽ നിന്ന് ഞാൻ പറയണം, എല്ലാവരുടെ സങ്കടങ്ങളും ഗുരുവായൂർ മഞ്ജരീസ് ഓരോരുത്തർ അനുഭവിക്കുന്ന വേദനകളും അമ്മ മാറ്റിത്തരും. പോരെ, സമാധാനമായിട്ടിരിക്കാം. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള അർച്ചനകൾ ചെയ്യുന്നു, പുഷ്പാലങ്കാരത്തിന് കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജപിക്കുന്നു, അമ്മയെ കാണിച്ചു തരുന്നു. മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വരും, ശിവേലി, സന്ധ്യാ ശിവേലി. ഓക്കെ, അപ്പോൾ വരാട്ടോ ലൈവിൽ. ഹരേ കൃഷ്ണ. ഹാപ്പി അല്ലേ എല്ലാവരും? സൂപ്പർ. അതെ, മഞ്ചേരീസ് നിന്നാണ്. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോൾ സന്ധ്യാ ശിവേലി തൊഴാം കേട്ടോ.